ഫിറ്റ്നസ് ഇൻഡസ്ട്രിയിലെ ഏറ്റവും പോപ്പുലർ ആയ സ്കാമുകളിൽ ഒന്നാണ് സീറോ കാർബ് ഡയറ്റ്. ഒരിടയ്ക്ക് സെലിബ്രിറ്റീസ് എല്ലാം നല്ലപോലെ പുഷ് ചെയ്ത ഒരു സ്കാം ആയിരുന്നു സീറോ കാർബ് ഡയറ്റ്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരെല്ലാവരും ഒരു ഫിറ്റ്നസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർ കാർബ് ഡയറ്റിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ ഏറ്റവും മെയിൻ ടാർഗറ്റ്. ഒരു പ്രൊഫഷണൽ ബോഡി ബിൽഡറോ അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷൻ ഇറങ്ങാൻ നിൽക്കുന്നവർക്ക് ഇത് ബാധകമല്ല. കാരണം അവർക്ക് അവരുടെ ഫിസിക്ക് ഒരു പെർട്ടിക്കുലർ ടൈം അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡേ ഏറ്റവും പീക്ക് പോയിന്റിൽ എത്തിക്കാനുള്ളതാണ്. പക്ഷെ ഒരു സാധാരണക്കാരൻ ഒരു ഫിറ്റ്നസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അങ്ങനെയല്ല കേസ്. അതായത് നിങ്ങൾ കാർബോഹൈഡ്രേറ്റ്സ് കട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബോഡിക്ക് നല്ല രീതിയിൽ എനർജി ഡിപ്ലീഷൻ ഉണ്ടാവുകയാണ്. നിങ്ങളുടെ ബോഡിക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ നല്ല രീതിയിൽ എനർജി ഇല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാ വർക്ക്ഔട്ട് നല്ല ഇന്റൻസിറ്റിയിൽ പുഷ് ചെയ്യാൻ പറ്റുന്നത്? ആൻഡ് വർക്ക്ഔട്ട് നല്ല ഇന്റൻസ് ആയിട്ട് പുഷ് ചെയ്താൽ മാത്രമേ നമുക്ക് മസിൽ ഗ്രോത്ത് സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മസിൽ ഗ്രോത്ത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ നമുക്ക് ഫാറ്റ് ബേൺ ചെയ്യാനും പറ്റും. അപ്പൊ ഇതിന് സൊല്യൂഷൻ ആയിട്ട് പലരും പറയും പ്രീ വർക്ക്ഔട്ട് എടുത്താൽ മതി. സോ യു ഗോട്ട് ദിസ് സ്കാം റൈറ്റ്. ഇനി നിങ്ങളുടെ മസിൽ റിക്കവറിക്ക് പോലും കാർബോഹൈഡ്രേറ്റ്സ് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. സോ ഇത്രയും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഘടകം നമ്മുടെ ഡയറ്റിൽ നിന്ന് നമ്മൾ റിമൂവ് ചെയ്യുന്നത് പലപ്പോഴും വൈസ് ചോയ്സ് ആവണമെന്നില്ല. ഇനി അഥവാ നിങ്ങൾക്ക് വല്ല ഹെൽത്ത് കണ്ടീഷൻ ഉള്ള ആളാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഡയറ്റീഷ്യനെ കണ്ട് നിങ്ങൾ നിങ്ങളുടെ ഡയറ്റ് കൃത്യമാക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ട്രെയിനറിനെ ഹയർ ചെയ്ത് നിങ്ങൾക്ക് കൃത്യമാക്കേണ്ടതാണ്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വെൽ ബാലൻസ്ഡ് ഡയറ്റ് ആണ് ഒരു ഫിറ്റ്നസ് ജേർണിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇനി കാർബോഹൈഡ്രേറ്റ്സിന് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള സോഴ്സുകൾ ഒന്നാണ് സ്വീറ്റ് പൊട്ടറ്റോ, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സോ താങ്ക് യു.